താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് തൊഴിലാളികൾ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് VBG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കാണ് തിരിച്ചടിയാകുന്നത്. കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായ 22 ലക്ഷം പേരിൽ പകുതിയിലധികം പദ്ധതിക്ക് പുറത്തുപോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പദ്ധതിയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു ബില്ലാണ് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ കയറിയതിന് ശേഷം പല ഘട്ടങ്ങളിലായി ഈ പദ്ധതിയെ തകർക്കുന്ന വിധത്തിലുള്ള ഓരോ തിരുത്തലുകളും അതുപോലെ തന്നെ ഓരോ നിയമങ്ങളിൽ പഴുതുകൾ ഉണ്ടാക്കി ഈ പദ്ധതിയെ എങ്ങനെ തകർക്കാം എന്നുള്ള ഇതിലാണ് മോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതി വന്നതിന് ശേഷം ഈ നിയമം ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ആ പേര് മാറ്റി ഇപ്പോൾ വേറൊരു പുതിയ പേരാണ് ഇപ്പോൾ അതിനെ കൊടുത്തിട്ടുള്ളത്. ആ പേര് പോലും ഇന്ന് ഈ തൊഴിലാളികൾക്ക് വായിക്കാനോ പറയാനോ പറ്റാത്ത ഒരു പേരാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ്. തൊഴിലുറപ്പ് മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റുന്ന രൂപത്തിലേക്കുള്ള ആ പേര് വെട്ടിമാറ്റി പുതിയൊരു പേര് എന്തിനു കൊണ്ടുവന്നു? ഈ പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആ നിയമത്തിൽ പറയുന്നുണ്ട് 60% കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ 40% സംസ്ഥാനങ്ങളും ചെലവഴിക്കണമെന്ന്. അപ്പോൾ അധിക ചെലവ് ഈ സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനങ്ങളുടെ മേലും കെട്ടിവെക്കുന്ന തരത്തിലേക്കാണ് അതിൻ്റെ പോക്ക്. നിയമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സംസ്ഥാനങ്ങളും. അത് എവിടത്തെ നിയമമാണ്? തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ്. ഞങ്ങൾക്ക് ഈ പണി നിർത്തരുത്, ഈ പണി ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് പോയോണം. ഈ മഹാത്മാഗാന്ധിയുടെ ആ ഒരു പേര് കളയരുത്, പോകരുത്. ഇപ്പം തീരുമാനിച്ചാണ് പേരുകളൊന്നും വായിക്കാൻ പറ്റിയുള്ള ആൾക്കാരൊന്നും ഞങ്ങളുടെ ഈ സ്ഥാപനം ഇപ്പം ഈ പൊതുവായിട്ട് പ്രവർത്തിക്കുന്നിടത്തിലൊന്നും ആർക്കും തന്നെ വായിക്കാൻ കിട്ടില്ല. ഒക്കെ 60 വയസ്സ് ഒക്കെ മുകളിലുള്ളവരും 50 വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ്. എല്ലാവരും 70 വയസ്സൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഈ മഹാത്മാഗാന്ധിയുടെ പേര് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ പേര് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പദ്ധതി നിർത്തലാക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവാൻ പാടില്ല. കാരണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഒരു 60 വയസ്സ് 55 വയസ്സ് അതിന് മുകളിലുള്ളവരൊക്കെയാണ് ഞങ്ങളിവിടെ പണി ചെയ്യുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും വേറെ വരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പണിയുന്നതനുസരിച്ചുള്ള ഒരു 14 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പൈസ കിട്ടണം. പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്ന് പറയുന്നു. ആദ്യം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 10% മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഭാരം അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ, അതായത് ഈ പദ്ധതിയെ എങ്ങനെ നിർത്തലാക്കാം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ ഉദിക്കുന്ന ആശയം.